ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേസിക് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബേസിക് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ബട്ടർ മിൽക്കിനായിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല, എടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം ഒരു സൈഡിലേക്ക്. മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലൈറ്റ് കൊക്കോ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിപ്പയിലൂടെ 1 തവണ അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് വെച്ചേക്കാം. വേണമെങ്കിൽ 3 തവണ അരിക്കാം. ഞാനിപ്പോൾ 1 തവണ അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കുകയാണ്. 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയാണെങ്കിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. ഇവിടെ 1 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചതാണ്. കുറച്ചായിട്ട് ഈ മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്കിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബാച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടു, നന്നായിട്ട് പതഞ്ഞ് വന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിനി ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബട്ടർ മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്കാണ് റെഡ് ജെൽ കളർ ചേർത്ത് കൊടുക്കുന്നത്. കളർ നമ്മളുടെ ഇഷ്ടമാണ്, എത്രയും കളർ ആവശ്യമുണ്ട് അത്രയും ചേർത്ത് കൊടുക്കുക. കളർ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ജെൽ കളറാണ് ചേർക്കുന്നത്. ലിക്വിഡ് കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, ഒരുപാട് വേണ്ടി വരും. അത് തന്നെ ഒരു നല്ല കളർ കിട്ടത്തില്ലായിരിക്കും ചിലപ്പോൾ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പയ്യെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാം. പക്ഷേ അതിലും നല്ലത് നമ്മൾ ഇതുപോലൊരു സ്പാച്ചില കൊണ്ടോ ഒരു തടിത്തവ കൊണ്ടോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബീറ്റർ ഇട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും ഈ നമ്മളുടെ എഗ്ഗ് ഒന്ന് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളുടെ ഈ ബട്ടർ മിൽക്ക് മിക്സ്ചർ കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ബട്ടർ മിൽക്കിലേക്ക് ചേർക്കുന്നതിന് പകരം കളർ ഡയറക്റ്റ് എഗ്ഗിൻ്റെ ഈ ഒരു മിക്സ്ചറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ഫ്ലോറും കംപ്ലീറ്റ് ബട്ടർ മിൽക്കും ചേർത്ത് കൊടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ, സമയമെടുത്ത് പയ്യെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് നല്ല ഡാർക്ക് കളർ നമുക്ക് കേക്ക് ബേക്കായി കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററിൽ നല്ലപോലെ തന്നെ കളർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റിബൺ കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്ന സമയത്ത് കുറച്ച് ഹൈറ്റിൽ ഇതുപോലെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി എങ്ങാനും കേക്ക് പുറത്ത് പോകുമോ, ബേക്കായി പുറത്ത് പോകുന്നൊരു പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നതാണ്. ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കുറച്ച് ഹൈറ്റിൽ വെക്കുന്നതാണ് നല്ലത്. കുറച്ച് നല്ലപോലെ പൊങ്ങി വന്നാലും കേക്ക് ടിന്നിൻ്റെ മേളിൽ വന്നാലും അത് പക്ഷേ പുറത്ത് പോയില്ല, ഇങ്ങനെ നമ്മൾ ഹൈറ്റിൽ ബട്ടർ പേപ്പർ വെക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒരു പപ്പട കമ്പി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓവൻ സെറ്റപ്പ് അവിടെ ഞാൻ 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 35-40 മിനിറ്റിന് ശേഷം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു മണിക്കൂറോളം ഒക്കെ വേണ്ടി വരും ബേക്ക് ആവാനായിട്ട്. ഇപ്പോൾ ഇതാ കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കപ്പോൾ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പപ്പട കമ്പി ഇട്ട് ഞാൻ കുത്തി നോക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അത് തന്നെയല്ല നല്ല സോഫ്റ്റുമാണ്, നല്ല ഹൈറ്റിലും വന്നിട്ടുണ്ട്. കേക്ക് ടിന്നിൻ്റെ ഒപ്പമാണ് കേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതാ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും അടുത്ത ദിവസമായിട്ടുണ്ട്. ഞാൻ ആ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് മുകൾ വശം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്യാനുള്ള ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്.
പിന്നെ ഈ ഒരു കേക്കിലേക്ക് കളർ ചേർക്കുന്ന സമയത്ത് ലിക്വിഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ അത് കുറഞ്ഞ കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കയ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ജെൽ കളർ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ജെൽ കളർ ആകുമ്പോൾ ഒരു 4-5 ഡ്രോപ്പിൽ ചിലപ്പോൾ കാര്യം കഴിയും. കുറച്ചുകൂടെ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ലിക്വിഡ് കളർ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ചേർത്താലേ അതിന് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ജെൽ കളർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു ബേസിക് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.